അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, സൂറത്തുൽ കഹ്ഫ് നാം അതിലെ ഒന്നാമത്തെ ആയത്ത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് ബാക്കിയുള്ള കുറച്ച് ഭാഗം കൂടി നമുക്ക് നോക്കാം. പ്രധാനമായും നാം നോക്കേണ്ട ഒരു നിയമമാണ് സുക്കൂനുള്ള നൂന് അല്ലെങ്കിൽ തെൻവീന് അല്ലെങ്കിൽ മീമ്. സുക്കൂനുള്ള മീമോ അല്ലെങ്കിൽ തെൻവീനോ അല്ലെങ്കിൽ സുക്കൂനുള്ള നൂന്. സുക്കൂനുള്ള നൂന് എന്ന് പറയുമ്പോൾ സുക്കൂനുണ്ട്, ചിലപ്പോൾ ഉണ്ടാകും, ചിലപ്പോൾ ഉണ്ടാകില്ല. ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് സുക്കൂനുള്ള നൂനാണ്. അപ്പോൾ ഇങ്ങനെ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഏതക്ഷരം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇദ്ഗാമും ബിഗുന്നയുടെ അക്ഷരം നൂന്, വാവ്, മീമ്, യാ. ഇദ്ഗാമും ബിലാഉന്നയുടെ അക്ഷരം ലാമ്, റാ. ഇങ്ങനെ ഓരോ അക്ഷരം അതിന് ശേഷമുള്ള അക്ഷരം ഏതാണ് എന്നാണ് നോക്കേണ്ടത്. 28 അക്ഷരത്തിൽ ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അത് ഒന്നെങ്കിൽ ഇഖ്ഫ ആയിരിക്കും, അല്ലെങ്കിൽ ഇദ്ഗാമും ബിഗുന്ന ആയിരിക്കും, അല്ലെങ്കിൽ ഇദ്ഗാമും ബിലാഗുന്ന ആയിരിക്കും, അല്ലെങ്കിൽ ഇഖ്ലാബ് ആയിരിക്കും, അല്ലെങ്കിൽ ഇദ്ഹാർ ആയിരിക്കും. അപ്പോൾ ഇദ്ഹാറിൻ്റെ അക്ഷരം ഹംസ, ഹ, ഹ, ഖ, ഐന്, ഗൈന്, ഈ 6 അക്ഷരങ്ങളാണ്. ഇദ്ഗാം ബിഗുന്നയുടെ അക്ഷരം നൂന്, വാവ്, മീമ്, യാ, നൗമി എന്ന് പറയും. അപ്പോൾ എത്രയായി? ടോട്ടൽ 10ആയി. ഇദ്ഗാം ബിലാഗുന്നയുടെ അക്ഷരം ലാമ്, റാ. അപ്പോൾ 12ആയി. ഇഖ്ലാബിൻ്റെ അക്ഷരമാണ് ബാ. അപ്പോൾ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഈ അക്ഷരങ്ങളൊക്കെ വന്നാൽ അപ്പോൾ അത് ബാ ആണെങ്കിൽ ഇഖ്ലാബ് ആയിരിക്കും, ലാമ് ആണെങ്കിൽ അല്ലെങ്കിൽ റാ ആണെങ്കിൽ ഇദ്ഗാമും ബിലാഗുന്നയായിരിക്കും. ഇങ്ങനെയാണ് നിയമങ്ങൾ നോക്കേണ്ടത്. ഇദ്ഹാറിന് 6 അക്ഷരങ്ങൾ വന്നാൽ അപ്പോൾ അത് ഇദ്ഹാർ ആയിരിക്കും. ഇദ്ഗാമും ബിഗുന്നയുടെ 4 അക്ഷരം വന്നാൽ അപ്പോൾ ഇദ്ഗാമും ബിഗുന്നയായിരിക്കും. അപ്പോൾ എന്താണ്? അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഓരോ ഈ നിയമങ്ങൾ നോക്കണം. ബാക്കി ഏത് അക്ഷരം വന്നാലും സുക്കൂനുള്ള നൂനിൻ്റെയോ തെൻവീനിൻ്റെയോ ഈ പറഞ്ഞ നിയമങ്ങളിൽപ്പെട്ട 13 അക്ഷരമല്ലാത്ത ബാക്കി ഏത് അക്ഷരം വന്നാലും, ബാക്കി 15 അക്ഷരമാണുള്ളത്. ഈ 15 അക്ഷരം വന്നാൽ അത് ഇഖ്ഫ ആണ് വരിക. അപ്പോൾ നമ്മൾ ഇഖ്ഫ, അപ്പോൾ ഇദ്ഗാമും ബിഗുന്ന എന്താണ് എന്നുള്ളതാണ്. ഇദ്ഗാമും ബിഗുന്ന എന്ന് പറഞ്ഞാൽ ഈ സുക്കൂനുള്ള നൂനിനെ അടുത്ത അക്ഷരത്തിലേക്ക്, നൂന്, വാവ്, മീമ്, യാ, ഇതേപോലത്തെ ഏതെങ്കിലും 4 അക്ഷരത്തിൽപ്പെട്ട ഒരു അക്ഷരമായിരിക്കും. ഇങ്ങനെ അക്ഷരം വരുമ്പോഴേ ഇദ്ഗാമും ബിഗുന്ന എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു അക്ഷരത്തിലേക്ക് കൂട്ടി യോജിപ്പിക്കുക, അതിൻ്റെ കൂടെ മണിക്കുകയും ചെയ്യുക. ഇദ്ഗാം എന്ന് പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുക എന്നർത്ഥം. അതിൻ്റെ കൂടെ മണിക്കുകയും ചെയ്യുക. മണിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ എന്ന് പറയുമല്ലോ, അതാണ് മണിക്കൽ. അപ്പോൾ അത് നമുക്ക് ഉദാഹരണത്തിലൂടെ നമുക്ക് പറഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ അത് അങ്ങനെ ചെയ്യുമ്പോഴേ അത് ഇദ്ഗാമും ബിഗുന്നയാവുകയുള്ളൂ. ലാമ്, റാ ആണെങ്കിൽ പിന്നെ നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കരുത് എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ ആണ് ഇദ്ഗാം ബിലാഗുന്ന എന്ന് പറയാം. ഇദ്ഗാം പറഞ്ഞാൽ കൂട്ടി യോജിപ്പിക്കുക, ബിലാഗുന്ന പറഞ്ഞാൽ മണിക്കരുത് എന്നർത്ഥം. മണിക്കാതെ എന്ത് ചെയ്യുക? കൂട്ടി യോജിപ്പിക്കുക. അതിനാണ് ഇദ്ഗാം ബിലാഗുന്ന എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ നിയമം നോക്കേണ്ടത്. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം വന്ന അക്ഷരം ഏതാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ആ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. പിന്നെയുള്ളത് സുക്കൂനുള്ള മീമാണ്. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം വളരെ കുറഞ്ഞ നിയമമുള്ളൂ, അത് നമുക്ക് പഠിക്കാൻ വളരെ സിമ്പിളാണ്. സുക്കൂനുള്ള മീമിൻ്റെ ശേഷം മീമ് വന്നാൽ നേരെ ഇദ്ഗാമും ബിഗുന്നയാണ്, കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. ആദ്യത്തെ മീമിനെ രണ്ടാമത്തെ മീമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. പിന്നെയുള്ളത് സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാ വന്നാൽ, സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാ വന്നാൽ ഇഖ്ഫ ആണ് വരിക. പിന്നെ ഏതക്ഷരം വന്നാലും സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാക്കി ഏത് അക്ഷരം വന്നാലും 26 അക്ഷരങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ അവിടേക്ക് ഇദ്ഹാർ ചെയ്യണം. ഇദ്ഹാർ എന്ന് പറഞ്ഞാൽ വെളിവാക്കണം, മീമിനെ വെളിവാക്കുക എന്നർത്ഥം. നൂനിൻ്റെ സ്ഥാനത്താണെങ്കിൽ നൂന് വെളിവാക്കുക, മീമാണെങ്കിൽ മീമിനെ വെളിവാക്കുക. ഇതാണ് പ്രധാനമായും നാം പഠിക്കേണ്ട ഒരു നിയമം. അത് നാം മനസ്സിലാക്കി വെക്കുക. ഈ നിയമം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് കുറേയൊക്കെ ഓതാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله الذي أنزل على عبده الكتاب. ഇവിടെ അൻസല സുക്കൂനുള്ള നൂന് വന്നു, അതിന് ശേഷമുള്ള അക്ഷരം സായാണ്. അപ്പോൾ അത് നമ്മൾ ഈ പറഞ്ഞ ഇതിൽ പെടാത്ത അക്ഷരങ്ങളാണ്. അപ്പോൾ ഇത് ഇഖ്ഫാൻ്റെ അക്ഷരമാണ്. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷമുള്ള നിയമമാണ്. അപ്പോൾ സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം സായി വന്നാൽ എന്ത് ചെയ്യണം? അവിടെ ഇഖ്ഫ ചെയ്യണം. ഇഖ്ഫ എന്ന് പറഞ്ഞാൽ അൻസല, അൻ എന്ന് പറയാതെ അൻ എന്ന് പറഞ്ഞാൽ വെളിവായി, അതിനാണ് ഇദ്ഹാർ എന്ന് പറയാം. അപ്പോൾ അൻ എന്ന് പറയാതെ അൻസല, അത് അസല എന്നല്ല, അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്യുക? ഒന്ന് മറച്ച് മണിക്കുക.
أنزل على عبده الكتاب ولم يجعل له عوجا قيما لينذر بأسا شديدا. ഇവിടെ സീൻ വന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, സീൻ എന്ന് പറഞ്ഞാൽ സക്ത എന്നാണ്. സക്ത എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാതെ നിർത്തുന്നതിനാണ് സക്ത എന്ന് പറയുന്നത്. വഖഫ് എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാൻ വേണ്ടി നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുക. അത് എവിടെ നിർത്തിയാലും വഖഫാകും. സക്ത എന്നുള്ളത് വിശുദ്ധ ഖുർആൻ 4 സ്ഥലത്തേ ഉള്ളൂ. അപ്പോൾ ആ 4 സ്ഥലം അതിൽപ്പെട്ട ഒരു സ്ഥലമാണ് പിന്നെ സൂറത്തുൽ കഹ്ഫിൽ ആദ്യത്തെ ആയത്ത്. അവിടെ എന്ത് ചെയ്യുക, ഇവജ എന്ന് പറഞ്ഞത് നിർത്തുക എന്ന് പറഞ്ഞാൽ ശ്വാസം വിടാതെ നിർത്തുക. എന്നിട്ട് അടുത്ത തന്നെ എന്ത് ചെയ്യുക, അടുത്ത ഭാഗം എടുത്തു പോവുക. വലം യജ്അൽ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദ. ഖയ്യിമൻ അവിടെ തൻവീൻ വന്നു. തൻവീൻ്റെ ശേഷം ലാം വന്നു. നേരത്തെ പറഞ്ഞു ലാം റ എന്ന് പറഞ്ഞാൽ ഇദ്ഗാം ബിലാ ഗുന്നയാണ്. അപ്പോൾ ഖയ്യിമൻ എന്ന് പറയാതെ ഖയ്യിമല്ലി തൻവീനിനെ ആ ലാമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. അതിൻ്റെ അവിടെ ഒരു ഇടയിൽ ഒരു അലിഫുണ്ട്, അത് നമ്മൾ ഉച്ചാരണത്തിൽ വരാത്തത് കൊണ്ട് പരിഗണിക്കപ്പെടുന്നില്ല. അപ്പോൾ ഖയ്യിമല്ലി, അപ്പോൾ തൻവീന് ശേഷം ലാം വന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ തൻവീനെ ലാമിലേക്ക് കൂട്ടി യോജിപ്പിച്ചു. ബിലാഗുന്ന എന്ന് പറഞ്ഞാൽ മണിക്കരുത് എന്നല്ല. അപ്പോൾ ഇദ്ഗാമും ബിലാഗുന്ന എന്ന് പറഞ്ഞാൽ നേരെ കൂട്ടി യോജിപ്പിച്ചാൽ മാത്രം മതി. അതിനാണ് ഇദ്ഗാമും ബിലാഗുന്ന എന്ന് പറയാം. മിൻ റബ്ബിഹി എന്നുള്ളത് മിർ റബ്ബിഹി ആ നൂനിനെ റായിലേക്ക് കൂട്ടി യോജിപ്പിച്ച്, അപ്പോൾ നൂൻ ഉച്ചാരണത്തിൽ വരുന്നില്ല എന്നർത്ഥം. ഖയ്യിമൻ ലിയുൻദിറ ബഅസൻ ശദീദ. ബഅസൻ ഷ അവിടേക്ക് എന്ത് ചെയ്തു, തൻവീന് ശേഷം ഷീൻ വന്നു. ഇഖ്ഫായിൻ്റെ അക്ഷരമാണ്. മില്ലദുൻഹു മില്ല അവിടെ തൻവീന് ശേഷം ലാമ് വന്നു എന്നുള്ളത്. അപ്പോൾ എന്താണ്, ഇദ്ഗാം ബിലാഗുന്ന നേരെ കൂട്ടി യോജിപ്പിക്കുക എന്നർത്ഥം. മില്ലദുൻഹു അവിടെ സുക്കൂനുള്ള നൂൻ്റെ ശേഷം ഹ വന്നു, ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്. അപ്പോൾ വ്യക്തമായി വെളിവാക്കി പറയണം എന്നർത്ഥം. മില്ലദുൻഹു വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന യഅമലൂന സ്വാലിഹാതി അന്ന ലഹും അജ്റൻ ഹസന. ഇവിടെ ലഹും സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ഹംസ വന്നു എന്നുള്ളതാണ്. മീമും ബാവും അല്ലാത്ത ബാക്കി ഏത് വന്നാലും വ്യക്തമായിട്ട് വെളിവാക്കി പറയണം മീമിനെ. അപ്പം ലഹും അജ്റൻ ഹസന, അജ്റൻ എന്നുള്ളിടത്ത് തൻവീൻ വന്നു. തൻവീൻ്റെ ശേഷം ഹ വന്നു, ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്. ഇദ്ഹാറിൻ്റെ അക്ഷരം വന്നാൽ എന്ത് ചെയ്യണം, ആ തൻവീനിനെ അല്ലെങ്കിൽ നൂനിനെ എന്ത് ചെയ്യണം, വെളിവാക്കി പറയണം. അജ്റൻ എന്ന് വെളിവാക്കിയിട്ട് പറയണം. അതിനാണ് ഇദ്ഹാർ എന്ന് പറയാം. മാകിസീന ഫീഹി അബദ. മാകിസീന അവിടെ മീമിന് ശബ്ദമുണ്ട്. ആ ശബ്ദം എന്ത് ചെയ്യൂല, കൂട്ടി അത് ശബ്ദം എന്തിനുള്ളതാണ്, നേരെ നിർത്താതെ ഓതുമ്പോഴാണ് ആ സുക്കൂൻ ആ ശബ്ദം വരിക എന്നർത്ഥം. എങ്ങനെ, അന്ന ലഹും അജ്റൻ ഹസനം മാകിസീന. ആ നേരെ കൂട്ടി യോജിപ്പിക്കുമ്പോഴേ അതെന്ത് ചെയ്യുള്ളൂ, ആ ശബ്ദം വരുള്ളൂ. അല്ലെങ്കിൽ ആ ശബ്ദം ഒഴിവാക്കിയിട്ടാണ് പറയേണ്ടത്. മാകിസീന ഫീഹി അബദ. ഫീഹി എന്ന് പറയുക, ഫീഹി ഈ ഹി എന്നത് നീട്ടണം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞ ദിവസം. എങ്ങനെ നീട്ടണം, അതിൻ്റെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തിനോ തൊട്ട് ശേഷമുള്ള അക്ഷരത്തിനോ സുക്കൂൻ ഉണ്ടെങ്കിൽ നീട്ടുകയില്ല, സുക്കൂൻ ഇല്ലെങ്കിൽ നീട്ടുമെന്ന് പറഞ്ഞു. ഇവിടെ ഹി എന്നതിൻ്റെ മുമ്പ് യാ ആണ്, യാ അതിന് സുക്കൂനാണ്, ഒന്നുമില്ലാത്തത് കൊണ്ട് സുക്കൂനാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഹി എന്നത് നീട്ടുകയില്ല. വയുൻദിറ അല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ. വയുൻദിറ സുക്കൂനുള്ള നൂൻ്റെ ശേഷം ദാല് വന്നു, ഇഖ്ഫാ ചെയ്യണം. വയുൻദിറ അല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ മാ ലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം. ഇവിടെ മീമിന് ശബ്ദമുണ്ട്. നേരത്തെ പറഞ്ഞു കൂട്ടി വായിക്കുമ്പോഴേ ശബ്ദ് നമ്മൾ ഉച്ചാരണത്തിൽ കൊണ്ടുവരികയുള്ളൂ. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, മാ ലഹും ബിഹി. ഇവിടെ എന്ത് ചെയ്തു, സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ബാ വന്നു. അപ്പോൾ എന്ത് ചെയ്യണം, മീമിൻ്റെ ശേഷം പറഞ്ഞ നിയമങ്ങളിൽപ്പെട്ട ബാ വന്നാൽ എന്ത് ചെയ്യണം, ഇഖ്ഫാ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ മാ ലഹും ബിഹി എന്നല്ല, മാ ലഹും ബിഹി മിൻ ഇൽമിൻ വലാ ലിആബാഇഹിം. ഈ ബിഹി എന്നത് നീട്ടാനുള്ള കാരണം എന്താണ്, അതിന് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിനും തൊട്ട് ശേഷമുള്ള അക്ഷരത്തിനും സുക്കൂൻ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ചെറിയൊരു നീട്ടൽ, സാധാരണ നീട്ടുന്നത് പോലെ ഒരു നീട്ടൽ അവിടെ ഉണ്ടാകണം. മിൻ ഇൽമിൻ വലാ, അവിടെ മിൻ സുക്കൂനുള്ള നൂന് വന്നു, സുക്കൂനുള്ള നൂൻ്റെ ശേഷം ഐന് വന്നു, ഇദ്ഹാർ ചെയ്യണം. ഐന് വന്നാൽ എന്ത് ചെയ്യണം, ഹംസ ഹ ഐന്, ഇവിടെ ഐന് വന്നു.
അപ്പം എന്ത് ചെയ്യണം, അവിടെ വെളിവാക്കി മിൻ എന്ന് വെളിവാക്കിയിട്ട് പറയണം. മിൻ മിൻ ഇൽമി വല, തൻവീന് ശേഷം വാവ് വന്നു, നൗമി, നൂന് വാവ് മീമ് യാ. അപ്പം എന്ത് ചെയ്യണം, കൂട്ടി യോജിപ്പിക്കുക, മണിക്കുകയും ചെയ്യണം. മിൻ ഇൽമി വല ലിആബാഇഹിം, അവിടെ മദ്ദുണ്ട്, മദ് ശ്രദ്ധിക്കണം, മദ് മുത്തസിലാണ്. കബറത് കലിമതൻ തഖ്റുജു മിൻ അഫ്വാഹിഹിം, കലിമതൻ അവിടെ എന്ത് ചെയ്യണം, പിന്നെ തൻവീന് ശേഷം താ വന്ന് ഇഖ്ഫാ ചെയ്യണം. തഖ്റുജു മിൻ അഫ്വാഹിഹിം, മിൻ അവിടെ എന്ത് ചെയ്യണം, വെളിവാക്കണം, കാരണം ഹംസ വന്നു, ഇദ്ഹാറിൻ്റെ അക്ഷരമാണ്. യഖൂലൂന ഇല്ലാ കദിബാ, സുക്കുള്ള നൂൻ്റെ ശേഷം യാ വന്നു, നൗമി, നൂന് വാവ് മീമ് യാ, ഇദ്ഗാമും ബിഗുന്ന. ഇതിങ്ങനെ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ ക്ലാസ് ഇങ്ങനെ സ്ഥിരമായി കേൾക്കുന്ന ഒരാളെ സംബന്ധിച്ച് അത് പ്രയാസം ഉണ്ടാവില്ല. അപ്പോൾ അത് കൂടുതൽ ഇങ്ങനെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യും, അത് ഓട്ടോമാറ്റിക്കായിട്ട് തിരിയാത്ത ആളുകൾക്ക് വരെ തിരിയാൻ വേണ്ടിയാണ് വീണ്ടും ഇങ്ങനെ പറയുന്നത്. അല്ലെങ്കിൽ അവിടെ ഇഖ്ഫ ആണ്, ഇദ്ഗാമാണ്, പിന്നെ ഇദ്ഹാറാന്നൊക്കെ പറഞ്ഞു പോയാൽ മതി. അതല്ല, കൂടുതൽ പറയുന്നതിനെ നമ്മുടെ മനസ്സിലേക്ക് കൂടുതൽ എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകാൻ വേണ്ടിയാണ് അങ്ങനെയൊക്കെ കൂടുതൽ വീണ്ടും പറയുന്നത്. فَلَعَلَّكَ بَاخِعٌ نَفْسَكَ عَلَى آثَارِهِمْ إِنْ لَمْ ഇവിടെ فَلَعَلَّكَ بَاخِعٌ, അവിടെ എന്ത് ചെയ്യും, തൻവീന് നൂന് വന്നു, അവിടെ എന്ത് ചെയ്യണം, ഇദ്ഗാമും ബിഗുന്ന, കൂട്ടി യോജിപ്പിക്കുക, മണിക്കുക. ബാഖിഉൻ നഫ്സക അലാ ആഥാരിഹിം, അവിടെ മദ് മുൻഫസിൽ വന്നു. ആഥാരിഹിം ഇല്ലം, അവിടെ സുക്കൂനുള്ള മീമിൻ്റെ ശേഷം ഹംസ വന്നു, ഇദ്ഹാർ ചെയ്യണം. പിന്നെ അതിൻ്റെ ശേഷം ഇല്ലം സുക്കൂള്ള നൂനിൻ്റെ ശേഷം ലാം വന്നു, നേരെ അല്ല ആ നൂനിനെ ലാമിലേക്ക് കൂട്ടി യോജിപ്പിക്കുക. അപ്പോൾ എന്ത് ചെയ്യും, നൂന് ഉച്ചാരണത്തിൽ വരില്ല, ഇല്ല. ഇൻ ല എന്നുള്ളത് ഇല്ലം. അവിടെ മീമിനെ വെളിവാക്കാനുള്ള കാരണം ഇവിടെ ഇല്ല എന്നുള്ളിടത്ത് ഇദ്ഗാമും ബിലാഉന്ന, ലാമ് റാ, സുക്കൂളിൻ്റെ നൂനിൻ്റെയോ തെൻവീൻ്റെയോ ശേഷം ലാമ് റാ എന്നീ അക്ഷരത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു അക്ഷരം വന്നാൽ ഇദ്ഗാമും ബിലാഉന്നയാണ്. അപ്പം ഇങ്ങനെ ഇല്ല, പിന്നെ അവിടെ മീമ് വന്നു, ഇല്ലം എന്ന് വെളിവാക്കാനുള്ള കാരണം എന്താ, അതിന് ശേഷമുള്ള അക്ഷരം യാ ആണ്. അപ്പോൾ ബാവും മീമും അല്ലാത്ത ബാക്കി ഏത് വന്നാലും എന്ത് ചെയ്യണം, വെളിവാക്കണം. മീമിൻ്റെ പിന്നെ നിയമം അങ്ങനെയാണ്. ഇല്ലം യുഅ്മിനൂ ബിഹാദൽ ഹദീസി അസഫ ഇന്നാ ജഅൽനാ മാ അലൽ അർളി സീനതൻ ലഹാ ലിനബ്ലുവഹും. ഇവിടെ സീനതല്ല, തൻവീന് ശേഷം ലാമ് വന്നു, അപ്പോൾ നേരെ കൂട്ടി യോജിപ്പിക്കുക, മണിക്കരുത്. സീനത്തൻ ലഹ എന്നുള്ളത്, സീനത്തൻ ലഹ ലിനബ്ലുവഹും അയ്യുഹും അഹ്സനു അമല. ഇവിടെയൊക്കെ മീമ് വന്നു, ഒക്കെ ഇൽഹാർ ചെയ്യണം. വഇന്നാ ലജാഇലൂന മാ അലൈഹാ സഈദൻ ജുറുസ. ഇവിടെ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, നേരത്തെ പറഞ്ഞ ആയത്തിൽ അമല ജുറുസ, തൻവീൻ ഫത്ഹ് വന്നാൽ ഫത്ഹ് രണ്ടെണ്ണം ഇരട്ടിയായിട്ട് വരുന്ന സ്ഥലമുണ്ടല്ലോ, ഇവിടെയൊക്കെ നിർത്തേണ്ടത് ജുറുസ സഈദൻ ജുറുസ. ഇനി സഈദൻ എന്നുള്ളിടത്ത് നിർത്തുകയാണെങ്കിലോ സഈദ ജുറുസ അസഫ കദിബ, അവിടെ എന്ത് ചെയ്യണം, ഫത്ഹ് കൊണ്ടാണ് അവിടെ നിർത്തേണ്ടത്. ഹസിബ്ത, അപ്പോൾ തൻവീന് അവിടെ തൻവീന് ഫത്ത് മാത്രമല്ല ചെറിയൊരു അലിഫും കൂടി അവിടെ ഉണ്ടാവും. അപ്പോൾ ജുറുസ കൂടുതൽ നീട്ടാൻ പാടില്ല. ഹസിബ്ത അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീം, അവിടെ വഖഫ് ചെയ്തപ്പോൾ വറഖീം, അവിടെ പിന്നെ തൻവീൻ ഫത്ത് അല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും, നീട്ടാനുള്ള സ്ഥലമല്ലാത്ത ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എന്ത് ചെയ്യും, നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് പറയാം. ഇവിടെ പിന്നെ മീമിന് ഫത്ത്, ഇവിടെ ഒരു ഉദാഹരണം മീമിന് കസറാണ്, ലൊമ്മാണ്, പിന്നെ ഫത്ത് ആണ്. ഒക്കെ ഫത്ത് വന്നാലും വഖഫ് ചെയ്യുമ്പോൾ അവിടെ സുക്കൂനായിട്ടാണ് വഖഫ് ചെയ്യേണ്ടത്. അന്ന അസ്ഹാബൽ കഹ്ഫ്, അന്ന അസ്ഹാബ്, അവിടെ വഖഫ് ചെയ്തപ്പോൾ അങ്ങനെ വഖഫ് ചെയ്യേണ്ടത്. അന്ന അസ്ഹാബൽ കഹ്ഫ്,
അവിടെ വഖഫ് ചെയ്തപ്പോൾ ഫാഇന് സുക്കൂൻ കൊടുത്തു. അന്ന അസ്ഹാബൽ കഹ്ഫി വറഖീം കാനൂ والرقيم أن أصحاب الكهف والرقيم كانوا അവിടെ വഖഫ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വഖഫ് ചെയ്യണം. كانوا من آياتنا عجبا من آياتنا അവിടെ വഖഫ് ചെയ്യുമ്പോൾ അങ്ങനെ വഖഫ് ചെയ്യണ്ടേ. മിൻ ആയാതിന كانوا من آياتنا عجبا إذ أوى الفتية إلى الكهف فقالوا അവിടെ വഖഫ് ചെയ്തപ്പോൾ فقالوا ربنا آتنا من لدنك رحمة ربنا آتنا അവിടെ മദ് മുൻഫസിലാണ്. മദ് വരണം, കുറച്ച് നീട്ടണം. മില്ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മില്ല അവിടെ സുക്കൂനുള്ള നൂൻ്റെ ശേഷം ലാം വന്നു. ഇദ്ഗാം ബിലാ ഗുന്ന മില്ലദുൻക അവിടെ സുക്കൂനുള്ള നൂൻ്റെ ശേഷം കാഫ് വന്നു. അവിടെ എന്ത് ചെയ്യണം? ഇഖ്ഫാ ചെയ്യണം. മറച്ച് മണിക്കണം. മില്ലദുൻക റഹ്മതൻ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദ റഹ്മതൻ അവിടെ ഇദ്ഗാം ബിഗുന്ന നൂന് വാവ് മീം യാ വഹയ്യിഅ ലനാ മിൻ അംരിനാ റശദ മിൻ അംരിന അവിടെയൊക്കെ ഇദ്ഹാർ ചെയ്യണം. മിൻ അംരിന ഹംസ വന്നു എന്നുള്ളതാണ്. സുക്കൂനുള്ള നൂനിൻ്റെ ശേഷം ഹംസ വന്നു എന്നുള്ളതാണ്. മിൻ അംരിന റശദ. അപ്പോൾ 10 ആയത്തായി. ഈ 10 ആയത്തുകൾ എന്ത് ചെയ്യുക? ഇപ്പോൾ പറഞ്ഞ നിയമങ്ങളൊക്കെ ഇഖ്ഫ ഇദ്ഹാർ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? പ്രത്യേകം നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഇതൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഇതേ രൂപം തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇത് പ്രത്യേകം നാം പഠിച്ചു വെക്കുക. ഒരുപാട് ക്ലാസ്സുകൾ കഴിഞ്ഞ് പോയിട്ടുണ്ട്. മുൻകഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ നാം കേൾക്കാൻ വേണ്ടി ശ്രമിക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു, റമദാനോടനുബന്ധിച്ച് നമ്മുടെ കുട്ടികൾക്ക് പിന്നെ ചെറിയൊരു ക്ലാസ് 25 ദിവസത്തെ ഒരു ക്യാമ്പ് വെക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. വാട്സപ്പിലായിരിക്കും, താഴെയുള്ള നമ്പറിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ മതി. അപ്പോൾ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളൊക്കെ എന്ത് ചെയ്യുക? ജോയിൻ ചെയ്യുക. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. ചെറിയൊരു ഫീസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ അതും ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്.